ജോർജ്, മഴയൊന്ന് തോർന്നെങ്കിൽ പുറത്തേക്കൊന്ന് ഇറങ്ങാമായിരുന്നു. അയ്യോ, തോരുന്ന മട്ടൊന്നും കാണുന്നില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ബോറടിക്കുന്നു. ഇത് നോക്കൂ കുട്ടികളെ, മഴ പെയ്യുമ്പോഴാണ് നമുക്ക് നല്ല നല്ല ബുക്കുകൾ വായിക്കാനുള്ള ചാൻസ് കിട്ടുന്നത്. അതെ, നല്ല ഐഡിയ. വാസ്റ്റുമായിട്ട് നമുക്ക് ലൈബ്രറിയിലേക്ക് പോവാം. എന്താ, നീ ലൈബ്രറിയിലേക്ക് പോകണോ? ഞാനും വരുന്നു. മഴ തീരുന്നവരെ എന്തെങ്കിലുമൊക്കെ വായിക്കാം. ഞാനും പോകുന്നു. ഒരുപാട് സ്നാക്സ് കഴിക്കാൻ പാടില്ല മോളെ, അതവിടെ വെച്ചേക്ക്. എനിക്ക് വേണ്ടി വയ്ക്കാൻ പറയുന്നത് പോലെയുണ്ട്. രോഗി ഇച്ഛിച്ചതും പാല്, വൈദ്യൻ കൽപ്പിച്ചതും പാല്. ഇതൊന്നകത്താക്കിയാൽ എങ്ങനെ ഉണ്ടാവും? സുഖം തന്നെ. ഓ, അറപ്പിച്ചവൻ. പുറത്ത് ഭയങ്കര മഴയുടെ, അകത്തോട്ട് ഞാനൊന്ന് വന്നോട്ടെ? ശരി ശരി, വാ. ഇവിടെ ആരും ഇല്ല. വെള്ളത്തിൽ വീണ കോഴിയെ പോലെ ആണല്ലോ നിന്റെ വരവ്. നീ അതിന്റെ മോളിൽ കയറിയിരിക്കുന്ന എന്തിന്? ഞാൻ ഉന്നം പിടിക്കുകയായിരുന്നു. നല്ല ഉന്നം. ഉന്നം ശകലം തെറ്റിപ്പോയി. പക്ഷേ ക്രാഷ് ലാൻഡിംഗ് ആയിപ്പോയാ. ഇപ്പൊ കാണിച്ചത് സർക്കസിലായിരുന്നു. ഈ 10 കാശെങ്കിലും കിട്ടുമായിരുന്നേ. അതെ അതെ, കളിയാക്കാൻ മാത്രമല്ലേ നിനക്കറിയൂ. നീ എപ്പം നന്നാവാൻ പോണോ? എന്തു പറ്റിയാ നിന്റെ കൈക്ക്? ഒന്നുമില്ല, എന്റെ കാലിന് കൈ വ്യായാമം ചെയ്തപ്പോ തുള്ളിമാനെ പോലെ തുള്ളി തുള്ളി നടന്നതല്ലേ എന്റെ അളിയൻ. ഇനി എന്തൊരുയോളിയാ? അപ്പൊ ഇനി എനിക്ക് ഓടാനും ചാടാനും ഒന്നും പറ്റൂലെന്നാണോ നീ പറയുന്നത്? സാരമില്ല, ഓടിച്ചാടി കളിച്ചോണ്ടിരുന്ന ആഹാരം കഴിക്കുന്നത് എങ്ങനെ? മഴക്കാലമാണ് നമുക്ക് ബുക്സ് വായിക്കാനായിട്ട് ഏറ്റവും പറ്റിയ ദിവസം. അതൊക്കെ ശരി തന്നെ. പക്ഷെ ഈ ബുക്ക് എടുക്കണമെങ്കിൽ ഇത്തിരി പാടുപെടും. പിടിച്ചോ. ഇതുവരെ ലോക റെക്കോർഡ് നേടിയ എല്ലാവരും ഡീറ്റെയിൽസ് ഇതിനകത്തുണ്ട്. സ്റ്റുവർട്ട്, ഇത് കണ്ടോ? ലോകത്തിൽ ഏറ്റവും കൂടുതൽ പുഴുക്കളെ കഴിച്ചത് ഇയാളാ. അദ്ദേഹത്തിന്റെ ഫോട്ടോ ഇതിനകത്തുണ്ട്. നോക്കൂ സ്റ്റുവർട്ട്, ഒന്ന് നോക്ക്. അങ്ങനെയാണെങ്കിൽ സ്നോബലിന്റെ പടവും വരണമല്ലോ ഈ ബുക്കില്. ഓ, ഗിന്നസ് ബുക്കിലുണ്ട് ഇദ്ദേഹത്തിന്റെ പടം. ഈ ഫോട്ടോ കണ്ടോ? സ്കേറ്റ് ചെയ്യുന്നതിനോടൊപ്പം വയലിന് വായിച്ച് റെക്കോർഡിട്ട ആളാ. സ്റ്റുവർട്ട്, ഞാൻ ചിന്തിക്കുന്നത് തന്നെയാണല്ലോ നീയും ചിന്തിക്കുന്നത്. ഇതാ ജോർജ് ഒരു വേൾഡ് റെക്കോർഡ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതോടെ എന്റെ പേരിനും ഈ ലോക റെക്കോർഡ് ബുക്കിൽ ഒരു സ്ഥാനം കിട്ടും. ഇത് ശരിക്കും നല്ലൊരു ഐഡിയ ആണ് ബോയ്സ്. നിങ്ങളെ ഓർത്ത് എനിക്ക് ഭയങ്കര അഭിമാനമുണ്ട് മക്കളെ. എങ്ങനെയാണ് റെക്കോർഡ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് അറിയില്ലല്ലോ. ലോകത്തിൽ ആദ്യമായി കൂടുതൽ സമയം പിങ് പോങ് കളിച്ച് റെക്കോർഡ് ഇടാൻ പോവുകയാണ്. റെഡിയാണോ? ഇത് നോക്കണമെങ്കിൽ 2 പേര് വേണം. ഞാൻ തുടർച്ചയായിട്ട് 8 പ്രാവശ്യം അടിച്ചു അല്ലേ ജോർജെ? നിങ്ങൾക്ക് ഈ റെക്കോർഡ് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ തുടർന്ന് 9000 തവണയെങ്കിലും കളിക്കേണ്ടതായി വരും. അതിനൊക്കെ കുറെ സമയം എടുക്കുമല്ലേ? നടക്കുന്ന കാര്യമാണോ ഇതെല്ലാം? ഓക്കെ, ഫാൻ ഒന്ന് ഓൺ ചെയ്യോ ജോർജെ? ഒരു മിനിറ്റ്, ഇപ്പൊ ഒരു കാര്യം കാണിച്ചു തരാം. ഓക്കെ, താങ്ക്സ്. ഇനി എന്താ നടക്കുന്നതെന്ന് നോക്കിക്കോ. കൊള്ളാലോ ജോർജെ. നന്നായിരിക്കുന്നല്ലേ? നന്നായിരിക്കുന്നു. ഓടിച്ചാടി കളിച്ചോണ്ടിരുന്ന എന്റെ ഗതി ഇങ്ങനെ ആവുമെന്ന് എന്തോന്നാ ഇതൊക്കെ? ആരാ ഈ കിടന്ന് ചിരിക്കുന്നത്? ഓ വാസ്നോബലെ, നീ വന്ന് കണ്ടോ? ഒരു റൂമിനകത്ത് ഏറ്റവും കൂടുതൽ ബബിൾസ് നിറച്ച് ഞങ്ങൾ റെക്കോർഡ് ഉണ്ടാക്കാൻ പോവാ. ഇങ്ങനെ ഒരു കാര്യം ആരും ഇതുവരെ ചെയ്തിട്ടുണ്ടാവില്ല അല്ലേ സ്നോബൽ? നിനക്ക് എന്ത് തോന്നുന്നു? ഇതെന്താ അത്ര വലിയ കാര്യമാണോ? എനിക്കിതൊക്കെ വെറും ഷൂ. ഞാൻ ചെന്നെന്റെ ആഹാരം കഴിക്കട്ടെ. അതിനു മുമ്പ് എന്റെ കൈ. ഇത് കറക്റ്റ് ആയിരിക്കും തോന്നുന്നു ജോർജെ. എന്റെ അവസ്ഥ നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടോ? ഹായ് സ്നോബൽ, നീ എന്തിനാ ഇങ്ങനെ മുടത്തി നടക്കുന്നത്? എല്ലാം ഒരു നേർച്ചയാണ്. കാറ്റ് വാക്ക് എന്ന് കേട്ടിട്ടില്ലേ? ഓ, നിന്റെ കാലിന് അടി കിട്ടിയല്ലേ? ഞാൻ വേണേ അമ്മയുടെ അടുത്ത് പറഞ്ഞ് നിന്നെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോവാം. അയ്യോ, അത് വേണ്ട. ആശുപത്രി പോയാൽ ഇഞ്ചക്ട് ചെയ്ത് എന്റെ ബ്ലഡ് എടുത്ത് ബ്ലാക്കിന് വിറ്റുകളയും. ഇത് ഞാൻ അങ്ങ് അഡ്ജസ്റ്റ്. ഓ സ്നോബൽ, നിന്റെ കൈക്ക് എന്ത് പറ്റിയിടാ? അമ്മ വിചാരിക്കുന്ന പോലെ സീരിയസ് ഒന്നുമല്ല. ഇഞ്ചക്ഷൻ എടുത്താ മതി. ഇല്ല, ഇഞ്ചക്ഷൻ ഒന്നും വേണ്ട. നിനക്ക് എന്തെങ്കിലും നല്ല ആഹാരം കഴിച്ചാൽ മതിയാവും. ആഹാരമോ? അത് മതി, എനിക്കിഷ്ടാണ്. എല്ലാം പോയി. ഓ, എന്താ ഇത്? എല്ലാം കഴിഞ്ഞ്
എന്താ ഇവിടെ? എന്തായാലും വീഴുന്ന കാണാൻ നല്ല രസമുണ്ട്. ഓ, തീർന്നോ? ഇന്നലെ മഴ പെയ്തത് കാരണം പ്രകൃതി കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ? ഇപ്പൊ നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട്. പക്ഷെ നീ എപ്പോഴും സുന്ദരിയായിട്ട് തന്നെ ഉണ്ടല്ലോ മൈ ഡിയർ. ഓ ജോർജ്, നീ റെക്കോർഡ് ഉണ്ടാക്കാൻ നോക്കുന്ന കാര്യമൊക്കെ അറിയാം. പക്ഷെ ഇതെന്തോന്ന് ജമ്പിംഗ് റെക്കോർഡോ? ഇതൊരു നല്ല ഐഡിയ ആണെന്ന് തോന്നുന്നു. ആദ്യം നന്നായിട്ട് ജമ്പ് ചെയ്യണം. കറക്റ്റ്. ഒരേ ടൈമിംഗിലായിരിക്കണം. എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. ആരല്ല നിനക്ക് സാരമില്ലെന്ന് പറയാം, പക്ഷെ എന്റെ അവസ്ഥ കണ്ടില്ലേ? ഉഗ്രൻ ടേസ്റ്റ്. അളിയാ അളിയാ അവിടെ എന്ത് ചെയ്യുന്നളിയാ? അത് ഞാൻ തന്നെ നിനക്ക് പറഞ്ഞു തരണോ? അകത്ത് വന്ന് നോക്കടാ. വറുത്ത മീന്, ചിക്കൻ, എന്തൊക്കെ ഉണ്ടെന്ന് വന്ന് നോക്ക്. എല്ലാം നല്ല ടേസ്റ്റടാ. കുറച്ച് കഴിക്കുന്ന കുറച്ചെന്തോന്നു കുറച്ച്, ഞാൻ നിറയെ കഴിക്കാളിയാ. എന്നാ തിന്ന്. ഇപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. അസുഖം വന്നാൽ ഇഷ്ടം പോലെ ആഹാരം കിട്ടും. എന്തൊരു ശ്രദ്ധയാ. ഓ അങ്ങനെയാണോ? കൈ സുഖമായാൽ പിന്നെ തരുന്ന ലക്ഷണമില്ല. ഓ അങ്ങനെയാണെങ്കിൽ നിന്റെ അസുഖം മാറിക്കഴിഞ്ഞാ ഇതുപോലുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ആഹാരമൊന്നും അളിയന് തരത്തില്ലായിരിക്കും അല്ലേ? നീ എന്താ പറഞ്ഞു വരുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഒടിഞ്ഞ കൈ വെച്ച അവരെ ജോർജ് എവിടെയാണ്? എന്താളിയാ? വന്നിട്ടുണ്ട് മൂങ്ങിക്കള. ജോൺസൺ എന്നെന്തോ പാർട്ടി ഉണ്ട് അത്രേ. കൂടെ പോയാലെന്താ? എടാ മാർട്ടിൻ, പേടിക്കണ്ട, ഞാൻ ഇവിടെ തന്നെ ഉണ്ടളിയാ. ഇനിയും നിനക്ക് പോഷക സമൃദ്ധമായ ആഹാരം തരാം കേട്ടോ. അപ്പൊ നിന്റെ അസുഖം വേഗം മാറും. എന്തോന്ന് പോഷക സമൃദ്ധോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഈ കൈ ഇങ്ങനെ ഇരുന്നാ മതിയായിരുന്നു. എത്ര ദിവസത്തേക്കാണെന്ന് നോക്കാം. ഓഹോ, എന്താ സ്നോബൽ, എന്ത് പറ്റി നിനക്ക്? നിന്റെ അസുഖം ഇതുവരെ ശരിയായില്ലേടാ? ശരിയായില്ല മാർട്ടിൻ, നിന്റെ ഐഡിയ വർക്കൗട്ടായി. അമ്മേ, അച്ഛാ, ഞങ്ങൾക്ക് കുറച്ച് കാശ് കിട്ടിയ കൊള്ളായിരുന്നു. അപ്പൊ നിങ്ങളുടെ വേൾഡ് റെക്കോർഡ് സാഹസം ഇനിയും നിർത്തിയില്ലേ? നിങ്ങൾ വെറും ടൈം പാസിന് ചെയ്യുകയാണെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. അതെ അതെ, ടൈം പാസിനാ തുടങ്ങിയത്. പക്ഷെ ഒരു വേൾഡ് റെക്കോർഡ് ഉണ്ടാക്കിയാൽ നിങ്ങൾക്കല്ലേ അതിന്റെ ക്രെഡിറ്റ് മുഴുവനും, അല്ലേ അച്ഛാ? ഓക്കെ, നിങ്ങളുടെ ആഗ്രഹം പോലെ. കിട്ടാവുന്ന കോയിൻസ് നമുക്ക് കളക്ട് ചെയ്യാം. എന്താ പോരെ? ഏകദേശം എന്റെ പൊക്കം എത്തി. ഇപ്പൊ 65 എണ്ണമായി. 65 എണ്ണം ആയതേ ഉള്ളോ? കുറഞ്ഞതൊരു 500 എണ്ണമെങ്കിലും ആവണം. ഓ, 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 ഓ. ഓ, എല്ലാം തൊലച്ചു. ജോർജേ, അയ്യോ സോറി സ്റ്റുവർട്ട്. സോറിയോ? അതിന്റെ ഒന്നും ആവശ്യമില്ല. പരാജയം വിജയത്തിന്റെ മുന്നോടിയാണ്. വേൾഡ് റെക്കോർഡ് ചെയ്യാനായിട്ട് നമുക്ക് വേറെന്തെങ്കിലും വഴി ആലോചിച്ചാലോ? ഇവൻ എവിടെ നിന്ന് കിട്ടുന്നു ഈ ഐഡിയകളെല്ലാം? ഞാൻ ഒരു ഐഡിയ കണ്ടുപിടിച്ചാലോ? ഇതൊരു വലിയ സംഭവം തന്നെയാണ് ജോർജെ. എന്നാ പിടി. ഇപ്പൊ എങ്ങനെയുണ്ട്? സൂപ്പർ ആയിട്ടില്ലേ? കറക്റ്റ് ആയിട്ടുണ്ട്. ബോയ്സ്, അതാ അച്ഛൻ വരും. എന്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് കോയിൻസ് ഞാൻ നിങ്ങൾക്ക് തരാം. എവിടെ അച്ഛാ? കുറച്ചേ ഉള്ളൂ, എന്നാലും നിങ്ങൾക്കത് യൂസ് ആകുമല്ലോ. താങ്ക് യു അച്ഛാ. ഇത് സത്യത്തിൽ നല്ലൊരു ഐഡിയ ആണ് ജോർജ്. ദാ ഈ വേൾഡ് റെക്കോർഡ് തിരുത്താനായിട്ട് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അച്ഛാ. ദാ ഇവർ രണ്ടുപേരുമാണ് റെക്കോർഡ് ഉണ്ടാക്കിയത്. പക്ഷെ അത് ബ്രേക്ക് ചെയ്യാൻ പോകുന്നത് നമ്മൾ തന്നെയാണ്. ഇതിൽ മുഴുവൻ വേൾഡ് റെക്കോർഡാണല്ലോ. ദേ കണ്ടോ? ആ ബിഗ് ബോൾ ഇവിടെ വന്ന് വേൾഡ് റെക്കോർഡ് കണ്ടാലേ നിങ്ങളുടെ ഫോട്ടോസ് ഇതിൽ വരൂ. നമുക്ക് അദ്ദേഹത്തെ വിളിച്ചാൽ എന്താ? ഓ, താങ്ക് യു ഡാഡ്. ഞങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കാം. ഞാനാ സ്നോബൽ. നീ തലയണയിൽ കിടന്നോട്ടാ. നിന്റെ ഒടിഞ്ഞ കയ്യ തറയിൽ ഊന്നാൻ പാടില്ല. ഓ, എന്റെ കാര്യത്തിൽ ഭയങ്കര ശ്രദ്ധയാണല്ലോ. ഓ, എന്നെ പോലെയുണ്ട് തലയിണ. എന്റെ പൊന്നാളിയാ, ഇവിടെ അങ്ങ് സെറ്റിലായ പോലെ ഉണ്ടല്ലോ. കൊള്ളാലോ, നല്ല സ്പോഞ്ച് പോലത്തെ തലയണ. അളിയാ, എന്റെ വിശപ്പ് മാറിയില്ല. നിന്റെ വയറ്റിൽ കൊക്കോ പുഴോടാളെ. ഇവിടെ എങ്ങാനും കേടാ. താങ്ക്സ് അളിയാ. കരുവാട് മണക്കണ്. അടുത്തോട്ടൊന്നും വരാതെ. അങ്ങനെയൊന്നും സംഭവിക്കില്ല. അളിയൻ കുറച്ചു കാലം കൂടി മൊണ്ടിയായി നടന്നാലേ എന്റെ കാര്യം നടക്കൂ. അങ്ങനെയാണോ? പക്ഷെ എന്റെ കൈക്ക് വേദനയൊന്നും ഇല്ലല്ലോടെ. എത്ര ദിവസം അഭിനയിക്കും? പതുക്കെ പറ, ആരെങ്കിലും കേൾക്കും. നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ അകത്ത് പോയി ഫ്രിഡ്ജിൽ വല്ല ഉണ്ടാന്ന് നോക്കിയിട്ട് വരാം. പക്ഷെ ഈ കൈ ഞാൻ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും? ഏത് കൈ? ഇതാണോ ഒന്നും മനസ്സിലാവുന്നില്ല. ഏത് കൈ എന്ന് പറയടേ, ഒന്ന് പെട്ടെന്നാകട്ടെ. ശരി ശരി, അതൊന്നും വലിയ കാര്യമല്ല.
ഞാൻ പറഞ്ഞുതരാം അളിയന്. അതിനു മുമ്പ് ഇവിടുത്തെ അമ്മച്ചി വരുമ്പോ നീ എങ്ങനെയാണ് അഭിനയിക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ദാ ഇതുപോലെ ചെയ്യണം കേട്ടോ. ആ നീ നേരത്തെ അഭിനയിച്ചിട്ടുണ്ടോടെ? നീ അഭിനയിക്കുന്ന കണ്ട ഇവിടെയുള്ള സ്പെഷ്യൽ ഐറ്റം എല്ലാം നിന്റെ അടുത്ത് വരണം. കിട്ടുമോ എന്തോ? അതുപോലെ അഭിനയിക്കണമെന്നാ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഷേ അളിയ അങ്ങനെ ഓവർ ആക്ട് ആക്കല്ലേ. മെഗാ സീരിയല് പോലെ അങ്ങനെ വലിച്ചു നീട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ അവസാനം വരെ അങ്ങ് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. ഞാൻ നോക്കിക്കോളാം. Yes. ഇപ്പൊ നമ്മൾ 600 എത്തിക്കഴിഞ്ഞു. ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട്. ബോയ്സ് ഒന്നിങ്ങോട്ട് വരൂ. ദാ വരുന്നു അച്ഛാ. ഓ ഞങ്ങൾ 600 എത്തിച്ചു. എന്താ അച്ഛാ, എന്താ അമ്മ വിളിച്ചത്? നിങ്ങളുടെ അച്ഛൻ ബിഗ് ബോളിനെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ഇവിടേക്ക് വരുമോ? ആക്ച്വലി അടുത്ത മെയ് വരെ അദ്ദേഹം ബിസിയാണ്. എന്നാലും എന്റെ ഒരു അഭ്യർത്ഥന മാനിച്ച് നാളെ തന്നെ വരാന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഓ, thanks, Dad. ഇത് സത്യത്തിലൊരു ഗുഡ് ന്യൂസ് തന്നെയാണ്. പക്ഷേ നിങ്ങളോട് മറ്റൊരു ന്യൂസ് എനിക്ക് പറയാനുണ്ട്. അതെന്താണെന്നാൽ അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര സന്തോഷമുള്ള കാര്യമല്ല. ഇത് ബിഗ് ബോളിന്റെ പഴയ പുസ്തകമാണ്. പുതിയ പുസ്തകം ഈയിടെയാണ് റിലീസായത്. അതുകൊണ്ട് നിങ്ങൾ റെക്കോർഡ് ബ്രേക്ക് ചെയ്യണമെങ്കിൽ എണ്ണ ഇനിയും കൂട്ടണം. അയ്യോ, 1638 കോയിൻസോ? ഇത് ബ്രേക്ക് ചെയ്യാൻ വർഷങ്ങൾ എടുക്കുമല്ലോ. അയ്യോ, ആ കുട്ടി തന്നെയാണ് ഇതും ചെയ്തിരിക്കുന്നത്. അന്ന് ചെറിയ കുട്ടി ആയതുകൊണ്ട് നമുക്ക് മനസ്സിലാവാതെ പോയതാ. നമുക്കെന്താ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ? 1638 ഒരു കോയിനെങ്കിലും കൂടുതൽ വെച്ച് വേൾഡ് റെക്കോർഡ് നമുക്ക് സ്വന്തമാക്കണം. എന്താ ജോർജെ? പക്ഷെ ഒരു പ്രശ്നമുണ്ടല്ലോ സ്റ്റുവർട്ട്. എന്ത് പ്രശ്നം? നോക്ക്, നമ്മളിങ്ങനെ കാശ് അടുക്കിക്കൊണ്ട് പോകുമ്പോഴേ സീലിംഗിൽ പോയി തട്ടും. നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഇത് മുകളിലെ റൂമിൽ കൊണ്ടുപോയി ആദ്യം തൊട്ട് ഒന്നേന്ന് ചെയ്തു തുടങ്ങൂ. പക്ഷെ നാളെ രാവിലെ ബിഗ് ബോൾ വരുന്നതിന് മുമ്പ് ഇത് ചെയ്തു തീർക്കാനുള്ള സമയമില്ലല്ലോ. എന്തിനിപ്പം നമ്മൾ പുതിയത് ചെയ്യണം? ഇത് തന്നെ എടുത്തോണ്ട് പോയി നമ്മുടെ ബാൽക്കണിയിൽ വെച്ചാ പോരെ? അപ്പൊ പ്രോബ്ലം തീരുമല്ലോ. അതും ശരിയാ. അയ്യോ, കഷ്ടപ്പെട്ടാലേ സമ്മാനം നേടാനാകൂ ജോർജെ. സൂക്ഷിച്ചു കൊണ്ടുപോകണം കേട്ടോ. ഇന്നെന്തോ ജോലി തകർക്കുകയാണെന്ന് തോന്നുന്നു. എങ്ങനെയുണ്ട് ഞങ്ങളുടെ ഈ ഐഡിയ? അച്ഛനും അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടോ ഇത്? ഇതൊരു നല്ല ഐഡിയ ആണ് കേട്ടോ. അയ്യോ, ഈശ്വരാ, എല്ലാം തീർന്നു. ജോർജെ പിടി. അയ്യോ, ഓടിക്കോ. എന്റെ കഥ കഴിഞ്ഞേനെ. ഓ, കഷ്ടമായി പോയി കുട്ടികളെ. ഇനി എന്നെ കൊണ്ടെങ്ങും വയ്യേ. ഓ, കഷ്ടമായി പോയല്ലേ. ജീവിതത്തിൽ എല്ലാവർക്കും ഇതൊക്കെ ഉണ്ടാവുന്നതാണ്. ആ ബിഗ് ബോൾ എപ്പോ വരുമെന്ന് അറിയില്ലല്ലോ. ഒരുപാട് കോയിൻസ് തറയിലിട്ടതിന്റെ പേരിലുള്ള റെക്കോർഡ് നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞ് അദ്ദേഹം ചിരിക്കും. നിങ്ങൾ ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് ഒരു പ്രയോജനവും ഇല്ല. വന്ന് ആഹാരം എന്തെങ്കിലും കഴിക്കാൻ നോക്ക്. മണം വരുന്നല്ലോ. അയ്യോ, അയ്യോ, നോക്കുന്നുണ്ട്. നല്ല മണം. ഒന്ന് ചോദിച്ചു നോക്കാം. എനിക്കൊന്ന് തരുമോ? അമ്മ. ഓ പാവം സ്നോബൽ. അമ്മേ, അതെനിക്ക് വേണം. ഇങ്ങോട്ട് പോവാൻ. അയ്യോ. മിസ്റ്റർ ആൻഡ് മിസ്സിസ് ലിറ്റിൽ, ഇവിടെ ഒരു പൂച്ചയ്ക്ക് അസുഖമാണെന്ന് പറഞ്ഞു. അതെ സർ, ഇവിടെ തന്നെയാണ്. അകത്തേക്ക് വരൂ. ഓഹോ, വീണ്ടും വന്നു അല്ലേ? പാവ സ്നോബൽ, ഇവന് ട്രീറ്റ്മെന്റ് വളരെ അത്യാവശ്യമാണ്. ഡോക്ടറിന് എന്തൊക്കെ ചെയ്യാൻ പോകുന്നു അറിയില്ലല്ലോ. ഹലോ സ്നോബൽ, എന്നെ ഓർമ്മയുണ്ടോ നിനക്ക്? എനിക്ക് ഓർമ്മയുണ്ടോന്നോ? ആദ്യമായി എനിക്ക് ഇഞ്ചക്ഷൻ എടുത്ത ആളല്ലേ. കുറച്ചു നാളെ അവൻ മുണ്ടിമുണ്ടിയാ നടക്കുന്നത്. ഡോക്ടർ, അങ്ങനെ ഒന്നും ചെയ്യാതെ എനിക്ക് വേദനിക്കുന്നു. ഇതെന്താ, കാതിലും ഇഞ്ചക്ഷൻ ഇടുകയാണോ? മതി ഡോക്ടർ. ഒരു പ്രശ്നമില്ല, ചെറുതായിട്ട് ഉളുക്ക് വീണതാ. നല്ല ഡോക്ടർ.
പഴയ അവസ്ഥയിൽ എത്തുന്നത് വരെ ഈ മരുന്ന് കൊടുക്കണം. ഇതെന്തോന്ന് മരുന്നോ ഈശ്വരന് തന്നെ അറിയാം. അയ്യോ അയ്യോ. ജോർജ്, നമുക്ക് വേറൊരു സംഗതി പ്ലാൻ ചെയ്താലോ? എന്റെ സ്റ്റുവർട്ട്, ഇനി നമുക്ക് കുറച്ച് സമയം ബാക്കിയുള്ളൂ എന്നറിയില്ലേ? ശരി, നമുക്ക് വലിയ റെക്കോർഡൊന്നും ബ്രേക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരു ചെറിയ റെക്കോർഡെങ്കിലും ബ്രേക്ക് ചെയ്യാൻ നോക്കിക്കൂടെ? അറ്റ്ലീസ്റ്റ് നമുക്കൊരു തമാശക്കെങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കാം. ഞാൻ തോറ്റു പോകുന്ന തോന്നുമ്പോഴൊക്കെ നീയാണ് എനിക്ക് ആത്മവിശ്വാസം തരുന്നത്. ദാ ഇത് കണ്ടോ, പീനട്ട് ബട്ടർ വെച്ച ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ആശ്ചര്യം തോന്നുന്നു അല്ലേ? ഇത് കാണുമ്പോഴേ വായിൽ വെള്ളം ഊറുന്നു. ഉം. കുട്ടികളെ, നിങ്ങൾക്കായി ഞാൻ നല്ല ആഹാരം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. വന്ന് കഴിച്ച എല്ലാരും. ഐഡിയ കിട്ടി. ആ അയ്യോ, അങ്ങനെയാണെങ്കിൽ ഇതായിരിക്കും. അച്ഛൻ കണ്ടോ, ലോകത്തിലെ ഏറ്റവും വലിയ ട്യൂണ സാൻഡ്വിച്ച് ആണിത്. പക്ഷേ റെക്കോർഡിനോട് അടുത്തെത്തിയിട്ടില്ല കേട്ടോ. അമ്മേ കുറച്ച് ഹെൽപ്പ് ചെയ്യാവോ അമ്മേ പ്ലീസ്? ഇങ്ങ് തന്നേക്ക്. നിന്റെ വാക്ക് വിശ്വസിച്ച് എനിക്ക് നന്നായിട്ട് കിട്ടി. ഈ അഭിനയം എന്ന് പറയുന്നത് എത്ര കഷ്ടമാണെന്ന് നിനക്കറിയോ? ആഹാ, മണം വരുന്നു. എവിടെന്നോ നല്ല മണം വരുന്നല്ലോ. അത് എവിടെന്നാ? ആരും ഇല്ല. ഇനി കുറച്ചുകൂടെ ബാക്കിയുള്ളൂ. പെട്ടെന്ന് റെഡിയാക്കണം. സ്റ്റുവർട്ട്, നീ അവിടെ എന്താ ചെയ്യുന്നേ? സ്നോബൽ, ഇതൊരു റെക്കോർഡ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതാ. അത് കഴിഞ്ഞാൽ നിനക്ക് തിന്നാൻ തരാം. അങ്ങനെയാണെങ്കിൽ നീ ചുമ്മാ റെക്കോർഡ് ഉണ്ടാക്കിക്കോ, എനിക്ക് സന്തോഷേ ഉള്ളൂ. ബോയ്സ്, നിങ്ങളെ കാണാൻ ഒരാൾ വരുന്നുണ്ട്. ഡോക്ടർ ആയിരിക്കോ? നമസ്കാരം, ഞാനാണ് ബിഗ് ബൗൾ. ഞങ്ങളാണ് ലിറ്റിൽ ബ്രദേഴ്സ്. ഞങ്ങൾ രണ്ടുപേരും ചേർന്നാണ് ഇത് ചെയ്തിരിക്കുന്നത്. ട്യൂണ ശില്പമോ? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്താണെന്നോ, ഇത് കഴിക്കാൻ ഭയങ്കര രുചിയാ. നമ്മുടെ ആളാണല്ലോ. എന്തോ എന്റെ സ്വപ്നം ഫലിക്കാൻ പോകുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളറിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ടേസ്റ്റ് ഉണ്ടാവും. ഇത് ഞാൻ നന്നായിട്ടൊന്ന് കണ്ടോട്ടെ. ഇങ്ങനെ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നത്. അയ്യോ, ഇത് പ്രശ്നമാകുമല്ലോ. ഇത് സാൻഡ്വിച്ചിൽ വീണ അത്ര തന്നെ നമ്മുടെ ആഹാരം. ഇതാ വീണേ. താങ്ക് യു സ്നോബൽ, നീ ഞങ്ങളെ രക്ഷിച്ചു. ഓ സ്നോബൽ, താങ്ക് യു. ഓ സ്നോബൽ, നീ എന്റെ പരിശ്രമത്തെ രക്ഷിച്ചു. വിശക്കുന്നു. ഏ സ്നോബൽ, നീ ഞങ്ങളുടെ ട്യൂണ സാൻഡ്വിച്ചിനെ രക്ഷിച്ചിരിക്കുന്നു. സാൻഡ്വിച്ചിനൊന്നും സംഭവിച്ചില്ലല്ലോ അല്ലേ? അതിനൊന്നും പറ്റിയില്ല സ്നോബൽ. വെരി വെരി താങ്ക്സ്. നിങ്ങളുടെ കുട്ടിപ്പൂച്ച നിങ്ങളുടെ വേൾഡ് റെക്കോർഡിനെ കാത്തു സൂക്ഷിച്ചു. കൺഗ്രാചുലേഷൻസ്, നിങ്ങൾ ഗിന്നസ് ബുക്കിൽ സ്ഥാനം പിടിക്കാൻ പോവുകയാണ്. ഞങ്ങൾ വിജയിച്ചു. ഞങ്ങൾ അപ്പോഴേ പറഞ്ഞില്ലേ നിങ്ങൾ വിജയിക്കുമെന്ന്. ഇത് നിനക്കാണ് സ്നോബൽ. നീയാണ് ഞങ്ങൾ എല്ലാവരെയും രക്ഷിച്ചത്. എന്നും ഇതുപോലെ എനിക്ക് കിട്ടണേ ദൈവമേ.